കഴിഞ്ഞ ക്ലാസ്സിൽ നെറ്റ്വർക്ക് കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് നെറ്റ്വർക്ക് പല ടൈപ്പ് നെറ്റ്വർക്ക് അല്ലേ, പിയർ ടു പിയർ നെറ്റ്വർക്ക് പഠിച്ചു. പിന്നെ നെറ്റ്വർക്ക് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് പഠിച്ചു. പിന്നെ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറഞ്ഞിട്ട് ബസ് ടോപ്പോളജി, പിന്നെ റിംഗ് ടോപ്പോളജി, മെഷ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, അങ്ങനെ പിന്നെ ട്രീ ടോപ്പോളജി, ഹൈബ്രിഡ് ടോപ്പോളജി, അങ്ങനെ എല്ലാ ടോപ്പോളജിയും നമ്മൾ പഠിച്ചു. അപ്പോൾ ഓരോന്നിനെ പറ്റിയും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ, ഓരോ ടോപ്പോളജി എങ്ങനെയാണ് നെറ്റ്വർക്കിംഗ് കമ്പ്യൂട്ടർ തമ്മിൽ കണക്ഷൻ വരുന്നത് എന്നുള്ളത് ഒരു ഐഡിയ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് ലാന്, വാന്, അങ്ങനെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്കാണ് നമുക്ക് പഠിക്കേണ്ടത്. പല ടൈപ്പ് നെറ്റ്വർക്ക് ഉണ്ട്. ഓക്കെ, വയർലെസ് നെറ്റ്വർക്ക് ഉണ്ട്, വയേർഡ് നെറ്റ്വർക്ക് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ഈ നെറ്റ്വർക്കിനെ പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. അത് എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്? ജിയോഗ്രഫിക്കൽ സ്പ്രെഡ്, നമുക്ക് നെറ്റ്വർക്ക് ഏതൊക്കെ ഏരിയയിലോട്ടാണ് നമുക്ക് സ്പ്രെഡ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ലൊക്കാലിറ്റി, ഇപ്പോൾ ഏത് ഏരിയയിലോട്ടാണ് നമുക്ക് സ്പ്രെഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഇപ്പോൾ വളരെ കുറഞ്ഞ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ മാത്രമാണെങ്കിൽ അതിന് അതിൻ്റേതായ രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ മൊത്തമായിട്ട് നമുക്ക് നെറ്റ്വർക്കിംഗ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് വേറെ ടൈപ്പ് നെറ്റ്വർക്കിംഗ് ആണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ബാങ്കിങ്ങിൻ്റെ ഞാൻ പറഞ്ഞു, മൊത്തം ബാങ്കുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓൾ ഓവർ ഇന്ത്യ മൊത്തം ആ ഒരു നെറ്റ്വർക്കിലായിരിക്കും വരുന്നത്. ആ ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. ഏതെങ്കിലും ഒരു കമ്പനിയുടെ ബ്രാഞ്ച് എന്നല്ല, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ അതിൻ്റെ ഓൾ ഓവർ ഇന്ത്യ എല്ലാ കമ്പ്യൂട്ടറും കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ സിറ്റി ബേസ്ഡ്, ഇപ്പോൾ ജില്ലാതലത്തിലുള്ള നെറ്റ്വർക്കിംഗ് ഉണ്ടാവും, കേരളം മൊത്തത്തിലുള്ള നെറ്റ്വർക്കിംഗ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഓരോ ഗ്ലോബൽ ജിയോഗ്രഫിക്കൽ ഏരിയ നോക്കിയിട്ടാണ് ഒരു ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. പിന്നെ ടൈപ്പ് ഓഫ് യൂസേജ് ആൻഡ് ആപ്ലിക്കേഷൻ, നമുക്ക് ഏത് തരത്തിലുള്ള യൂസാണ് അത് നോക്കിയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, നമുക്ക് വയർ വഴിയുള്ള നെറ്റ്വർക്കിംഗ് ആണോ വേണ്ടത്, വയർലെസ് ആണോ വേണ്ടത്, അങ്ങനെയുള്ള ഏതാണ് ട്രാൻസ്മിഷൻ മീഡിയ എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെയും നമുക്ക് നെറ്റ്വർക്കിനെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എ ടിപ്പിക്കൽ നെറ്റ്വർക്കിംഗ് സെറ്റപ്പ് റിക്വയർസ് 2 ടൈപ്പ് ഓഫ് ഡിവൈസസ്, സെർവർ, വർക്ക് സ്റ്റേഷൻ. സെർവറുകളും വർക്ക് സ്റ്റേഷനുകളും വേണം, അല്ലെങ്കിൽ സെർവറും ക്ലയൻറ്റും വേണം. അപ്പോൾ അതിന് ഒരു ടിപ്പിക്കൽ നെറ്റ്വർക്കിനകത്ത് 2 മേജർ കമ്പോണൻ്റാണ് ഉണ്ടാവുക, സെർവറും വർക്ക് സ്റ്റേഷനും. ഓക്കെ, സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ പവറിങ് ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിലുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള കമ്പോണൻ്റ് ആയിരിക്കും സെർവർ. സെർവേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ പവറിങ് ദ നെറ്റ്വർക്ക്. വർക്ക് സ്റ്റേഷൻസ് ആർ devices that make up network. Some of those devices could be printer, laptop, smartphone. ഇതൊക്കെ എന്താണ്, വർക്ക് സ്റ്റേഷനിൽ പെടുന്നതാണ്, അതായത് ക്ലയൻറ്റുകളിൽ പെടുന്നതാണ്. പ്രിൻ്ററും ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളും ഒക്കെ ക്ലയൻറ്റിൻ്റെ, അതായത് വർക്ക് സ്റ്റേഷൻ്റെ ഭാഗത്ത് പെടുന്നതാണ്. സെർവർ എന്ന് പറയുന്നത് അതായിരിക്കും ഈ മറ്റുള്ള ഈ വർക്ക് സ്റ്റേഷന് വേണ്ടിയിട്ടുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നതും അവരുടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതൊക്കെ ഈ സെർവർ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, പിന്നെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിൽ ഒന്നാമത്തെ വരുന്നത് ആണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ലാന്. അപ്പോൾ ലാൻ എന്നുള്ള അതിൻ്റെ ഫുൾ ഫോമാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ലാൻ ആണ്. അതാണ് നമ്മൾ ലാൻ കേബിള് എന്നൊക്കെ പറയുന്നത്, ലാൻ പോർട്ട്, ലാൻ കേബിൾ എന്നൊക്കെ പറയും. നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് നെറ്റ്വർക്ക് പോർട്ട്, ഇഥർനെറ്റ് പോർട്ട് എന്നൊക്കെ പറഞ്ഞില്ലേ,
നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോർട്ടുകളെ പറ്റി പറഞ്ഞപ്പോൾ അതിൽ പെടുന്നതാണ് ഒന്ന് ലാൻ പോർട്ട്, അല്ലെങ്കിൽ ഇഥർനെറ്റ് പോർട്ട്, NIC പോർട്ട്, അങ്ങനെയൊക്കെ പറയും. ഓക്കെ, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എന്നൊക്കെ പറയും, NIC കാർഡ്. അപ്പോൾ ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻ. ഓക്കെ, ലാൻ എന്നാണ് അതിൻ്റെ പേര്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ദാറ്റ് ആർ റെസ്ട്രിക്റ്റഡ് ടു എ സ്മോൾ ലോക്കലൈസ്ഡ് ഏരിയ ആർ കോൾഡ് ലാൻ. ഒക്കെ വളരെ ചെറിയൊരു ഏരിയയിൽ മാത്രമായിട്ടുള്ള ഒതുങ്ങിയിട്ടുള്ള നെറ്റ്വർക്ക് ടൈപ്പാണ് ലാൻ എന്ന് പറയുന്നത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, ദീസ് type of networks are used to share resources and transfer data within buildings such as school, office, net cafe, അങ്ങനെയുള്ള ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലും പിന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് ഈ ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. വളരെ ചെറിയതായിട്ടുള്ള ഒരു കവറേജ് ആയിരിക്കും അതിനകത്തുണ്ടാവുക. ഓക്കെ, അത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനും മറ്റുമാണ് ഈ ലാനുകൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് വരുന്ന കമ്പോണൻസ് ആണ് റൗട്ടർ, സ്വിച്ച്, ഹബ്ബ് ആർ സം ഡിവൈസസ് യൂസ്ഡ് ഫോർ ഓപ്പറേറ്റിംഗ് ലാൻ. ഓക്കെ, റൗട്ടറും സ്വിച്ചുകളും, സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഒരു കണക്റ്റിംഗ് ഡിവൈസ് ആണ് അല്ലേ, മറ്റുള്ള കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യുന്ന, ഇൻ്റർ കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ അതിനകത്ത് ഡാറ്റ ഏത് കമ്പ്യൂട്ടറിൽ നിന്ന് ഏത് കമ്പ്യൂട്ടറിലേക്കാണോ പോകേണ്ടത്, അതായത് സോഴ്സും ഡെസ്റ്റിനേഷനും മാത്രമേ കണക്ട് ചെയ്യുള്ളൂ. മറ്റുള്ള കണക്റ്റഡ് ഡിവൈസ്, അതായത് ആ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള മറ്റ് ഡിവൈസുമായിട്ട് ഡാറ്റ ഷെയർ ചെയ്യില്ല. ഓൾ ദീസ് ഡിവൈസ് ആർ പവേർഡ് ബൈ ലാൻ ആർ നിയർ ടു ഈച്ച് അതർ ആൻഡ് പ്രസൻറ്റ് ഇൻ ദ സെയിം റൂം ഓർ ബിൽഡിംഗ്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിനകത്ത് ഉൾപ്പെടുന്ന റൗട്ടറുകളും സ്വിച്ചുകളും ഹബ്ബുകളൊക്കെ ഒരു ബിൽഡിംഗ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റൂമിലായിരിക്കും. വളരെ ചെറിയ നെറ്റ്വർക്കിംഗ് ആണെങ്കിൽ ഒരു റൂമിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലായിരിക്കും. അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. വളരെ കുറഞ്ഞ ഏരിയയിലുള്ള ഒരു നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഡ്യൂ ടു ദിസ് റീസൺ കേബിൾസ് ആർ യൂസ്ഡ് ആസ് എ ട്രാൻസ്മിഷൻ മീഡിയം. അപ്പോൾ ഒരു വളരെ ചുരുങ്ങിയ, അതായത് വളരെ ചെറിയ ഒരു ഏരിയയിൽ മാത്രം സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന് ഒരു ട്രാൻസ്മിഷൻ മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത് കേബിളുകളാണ്. ഓക്കെ, cables are used as the transmission medium in the local area network. Okay, Ethernet cables are supported by many devices that have same interface. അപ്പോൾ ഇഥർനെറ്റ് കേബിൾ അല്ലെങ്കിൽ ലാൻ കേബിൾ എന്നും പറയും, നെറ്റ്വർക്ക് കേബിളിന് പൊതുവെ പറയുന്നതാണ് ഈ ഇഥർനെറ്റ് കേബിൾ. അത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാ തരത്തിലുള്ള NIC ഡിവൈസുകളും നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഡിവൈസുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ they are also most commonly used cables for connecting modems, routers etc. അപ്പോൾ നെറ്റ്വർക്കിനകത്ത് വരുന്ന മറ്റുള്ള ഡിവൈസാണ് മോഡം, റൗട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. മോഡം, റൗട്ടറൊക്കെ ടെലിഫോൺ ലൈൻ വഴിയുള്ള കാര്യങ്ങൾക്കാണ് മോഡം യൂസ് ചെയ്യുന്നത്. ടെലിഫോൺ കേബിൾ വഴി വരുന്ന ഇൻ്റർനെറ്റിനാണ് മോഡം യൂസ് ചെയ്യുന്നത്. അത് മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ ചേർന്നിട്ടുള്ളതാണ് മോഡം എന്ന് പറയുന്നത്. മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ ചേർന്നതാണ് മോഡം. ഓക്കെ, അപ്പോൾ they are also most commonly used cable for connecting modems and routers. മോഡത്തിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടെലിഫോൺ ലൈൻ വഴിയായിരിക്കും പണ്ടൊക്കെ നമുക്ക് ബ്രോഡ്ബാൻഡ് BSNL കണക്ഷനൊക്കെ വരുന്നത് ടെലിഫോൺ കേബിൾ വഴിയാണ്. ടെലിഫോൺ കേബിളിനകത്തുനിന്ന് നമ്മുടെ വീട്ടിലൊരു റൗട്ടർ, ഒരു മോഡം വെക്കും. ആ മോഡത്തിലേക്കാണ് ഈ ടെലിഫോൺ കേബിൾ ആദ്യം കണക്ട് ചെയ്യുന്നത്. ആ കണക്ട് ചെയ്ത മോഡത്തിൻ്റെ ഔട്ട്പുട്ട്
ഒരു ഇഥർനെറ്റ് പോർട്ട് അല്ലെങ്കിൽ ലാൻ പോർട്ട് പോലെയുള്ള ഒരു പോർട്ട് ഉണ്ടാവും. ഓക്കെ, അവിടുന്ന് കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ആ ഒരു കമ്പ്യൂട്ടറിൻ്റെയും ടെലിഫോൺ ലൈനിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഡിവൈസാണ് മോഡം എന്ന് പറയുന്നത്. ഓക്കെ, ടെലിഫോൺ സിഗ്നലിനെ കമ്പ്യൂട്ടർ സിഗ്നലാക്കി മാറ്റിയിട്ട് ഇൻ്റർനെറ്റ് ആക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ് മോഡം. ഓക്കെ, അപ്പോൾ റൗട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയാനുണ്ട്. അത് റൗട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. നമുക്ക് ഇൻ്റർനെറ്റിനകത്തുനിന്ന് ഇപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് വരാനും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരാതിരിക്കാനും യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് റൗട്ടർ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു വീഡിയോ ഞാൻ നമ്മളെ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കാണുക. അതിൽ വിത്ത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് അത് ഗ്രാഫിക്കലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മെയിൽ അയച്ചു ഗൂഗിളിലേക്ക്, അല്ലെങ്കിൽ നമ്മളൊരു പിക്ചർ സെർച്ച് ചെയ്തു ഗൂഗിളിനകത്തോട്ട്. ഓക്കെ, ഇൻ്റർനെറ്റിനകത്ത് സെർച്ച് ചെയ്തു. അപ്പോൾ സെർച്ച് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡാറ്റയാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തത്. അപ്പോൾ റൗട്ടറിനകത്ത്, അതായത് ഇൻ്റർനെറ്റിൽ ഒരുപാട് ഡാറ്റ ഇങ്ങനെ എല്ലാവരും സെർച്ച് ചെയ്യുന്നുണ്ട്, പലരും സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൗട്ടർ എന്ന് പറഞ്ഞു കഴിയുന്നത് നമ്മൾ സെർച്ച് ചെയ്ത ഡാറ്റ മാത്രമാണ് നമുക്ക് ഗൂഗിൾ വഴി അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരും. ഓക്കെ, എല്ലാ ഡാറ്റയും ഇൻ്റർനെറ്റിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തോട്ട് വരില്ല. ഓക്കെ, അങ്ങനെ ഒരു ഫിൽട്ടർ ചെയ്യുന്ന കാര്യം ചെയ്യുന്നത് റൗട്ടർ തന്നെയാണ്. നമുക്ക് വേണ്ട ഡാറ്റ, നമ്മൾ റിക്വസ്റ്റ് ചെയ്ത ഡാറ്റ നമുക്ക് കിട്ടും. അല്ലാതെ വേറെ ആളെങ്കിലും റിക്വസ്റ്റ് ചെയ്ത ഡാറ്റ നമുക്ക് കിട്ടില്ല. നമ്മുടെ ഒരു ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു പോർട്ടലുള്ള ഡാറ്റ തന്നെയാണ് എല്ലാ പോർട്ടിലും ഷെയർ ആയി കാണുന്നത്. ഓക്കെ, സോ ദേ ആർ ഓൾസോ മോസ്റ്റ് നെറ്റ്വർക്ക് കേബിൾസ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ റൗട്ടേഴ്സ് ആൻഡ് മോഡംസ്. ഓക്കെ, നെറ്റ്വർക്ക് കേബിളാണ് എല്ലാത്തിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദിയർ സിഗ്നൽ സ്ട്രെങ്ത് ഈസ് കൺസിസ്റ്റൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഈസ് ഓൾസോ സ്റ്റേബിൾ. അപ്പോൾ നെറ്റ്വർക്ക് കേബിൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിനകത്ത് സിഗ്നൽ സ്ട്രെങ്ത് കൺസിസ്റ്റൻ്റ് ആണ്. ഒരു വേരിയിങ് ആയിട്ടുള്ള ഒരു സിഗ്നൽ സ്ട്രെങ്ത് അല്ല, ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ലോസ് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ട്രാൻസ്മിഷൻ മെത്തേഡാണ് ഈ ലോക്കൽ ഏരിയ കേബിൾ വഴി, അതായത് ഇഥർനെറ്റ് കേബിൾ വഴി നമുക്ക് കിട്ടുന്നത്. ദസ് മേക്കിംഗ് ദം എ പ്രാക്ടിക്കൽ ചോയ്സ് വെൻ യൂസിങ് എ വയേർഡ് ലാൻ. അപ്പോൾ അതിൻ്റെ ഈ ഒരു ക്വാളിറ്റി, അതായത് ഡാറ്റ ട്രാൻസ്മിഷൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഡാറ്റ സ്ട്രെങ്ത് ഡാറ്റ സ്ട്രെങ്ത്തിൽ ലോസ് ഒന്നും വരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനകത്ത് ഇഥർനെറ്റ് കേബിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇഥർനെറ്റ് കേബിൾ പല ടൈപ്പ് ഉണ്ട്, അത് നമുക്ക് വരുന്ന ചാപ്റ്ററിൽ പഠിക്കാൻ പറ്റും. അതായത് കാറ്റ് 5, കാറ്റ് 6 എന്നൊക്കെ പറഞ്ഞ് പല കാറ്റഗറി കേബിളുകളുണ്ട്. ഇഥർനെറ്റ് കേബിളിനകത്ത് തന്നെ കാറ്റ് 5, കാറ്റ് 6, കാറ്റ് 5E എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാറ്റഗറീസ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. രണ്ടാമത്തെ ടൈപ്പ് നെറ്റ്വർക്ക് വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എക്സാമ്പിളിനകത്ത് നിങ്ങൾക്ക് കാണാം ഒരു റൗട്ടർ അല്ലെങ്കിൽ ഒരു മോഡം, ഒരു സ്വിച്ച് എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനകത്തോട്ട് കേബിളുകൾ വഴിയാണ് എല്ലാ കമ്പ്യൂട്ടറും കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിനാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻ്റർനെറ്റ്, ഇപ്പോൾ ഈ ഒരു റൗട്ടറിനകത്തോട്ട് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഔട്ട്പുട്ടിൽ ഒരു 6-7 പോർട്ട്, നെറ്റ്വർക്ക് പോർട്ട് ഉണ്ട്. ആ പോർട്ടിൽ നിന്ന്, അതായത് നെറ്റ്വർക്ക് കണക്ട് ചെയ്യാനുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കേബിൾ വലിക്കുന്നു, ഇഥർനെറ്റ് കേബിൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൗട്ടറിനകത്തുനിന്ന് ഇൻ്റർനെറ്റ് ഈ ഓരോ ഡിവൈസിലും ഷെയർ ചെയ്യപ്പെടും. ഓക്കെ, ഏതൊക്കെ കമ്പ്യൂട്ടറിലാണോ കേബിൾ കണക്ട് ചെയ്തത് അതിനൊക്കെ ഇൻ്റർനെറ്റ് കിട്ടും. അതുപോലെ തന്നെ പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ
നെറ്റ്വർക്ക് പ്രിൻ്റർ ആയിരിക്കും അങ്ങനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഏതൊരു കമ്പ്യൂട്ടറിനും ഈ പ്രിൻ്ററിനകത്തുനിന്ന് പ്രിൻ്റ് എടുക്കാനും പറ്റും. ഓക്കെ, പ്രിൻ്റും നമുക്ക് ഷെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും ലാൻ നെറ്റ്വർക്കിനകത്ത്. വയർലെസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലാൻ തന്നെയാണ്, പക്ഷേ അതിൻ്റെ വ്യത്യാസം വരുന്നത് അതിൻ്റെ ട്രാൻസ്മിഷൻ മീഡിയയിലാണ്. ഓക്കെ, വയർലെസ് ട്രാൻസ്മിഷൻ ആണ്, ബാക്കി എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് തന്നെയാണ്, ലോക്കലി ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നോക്കാം നമുക്ക്. വയർലെസ് ലാൻ അല്ലെങ്കിൽ വയർലെസ് ഏരിയ നെറ്റ്വർക്ക്സ് വർക്ക്സ് ദ സെയിം വേ ആസ് ലാൻ. ഓക്കെ, the network is spread across a limited area. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമാണ് ഇതിൻ്റെ നെറ്റ്വർക്ക് സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. ബട്ട് ദിസ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഡസ് നോട്ട് റിക്വയർ എനി കേബിൾ ഓർ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. അപ്പോൾ ഈ വയർലെസ് നെറ്റ്വർക്കിന് കേബിളുകളൊന്നും യൂസ് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. ബാക്കി വർക്കിംഗ് പ്രൊസീജിയർ ഒക്കെ ലാനുമായിട്ട് തന്നെ സെയിം മെത്തേഡ് തന്നെയാണ്. ലാനിനകത്ത് എന്താണ് ഇഥർനെറ്റ് കേബിളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. വയർലെസ്സിനകത്ത് നമ്മൾ കേബിളൊന്നും യൂസ് ചെയ്യുന്നില്ല, പകരം വയർലെസ് ആയിട്ട്, അതായത് എയർ വഴിയാണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. വയർലെസ് മെത്തേഡിലാണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. To achieve this wireless transmission, വൈഫൈ അല്ലെങ്കിൽ വയർലെസ് ഫെഡിലിറ്റി എന്ന് പറയും. ഓക്കെ, വൈഫൈ എന്ന് പറഞ്ഞാൽ വയർലെസ് ഫെഡിലിറ്റി ഈസ് യൂസ്ഡ്. ഓക്കെ, ദിസ് മെത്തേഡ് ട്രാൻസ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വയർലെസ് ഫെഡിലിറ്റി ആണ് അല്ലെങ്കിൽ വൈഫൈ എന്ന ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. വർക്ക് സ്റ്റേഷൻ ക്യാൻ ബി കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വൈഫൈ റൗട്ടേഴ്സ് ആൻഡ് അഡാപ്റ്റേഴ്സ്. വയർലെസ് അഡാപ്റ്ററും വയർലെസ് റൗട്ടറും വയർലെസ് അഡാപ്റ്ററുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിനകത്ത് വർക്ക് സ്റ്റേഷനും റൗട്ടറും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ റൗട്ടർ എന്ന് പറയുന്നത് സാധാരണ റൗട്ടർ നമ്മൾ പറഞ്ഞു വയർ വഴിയാണ് കണക്ട് ചെയ്തത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സെൻറ്ററിലുള്ള ഈ ഒരു റൗട്ടറിനകത്ത് ഒരു 2 ഏരിയയിൽ കാണുന്നുണ്ട്, 1-2 ഏരിയയിൽ കാണും. ചിലതിന് അങ്ങനെ ഏരിയയിൽ ഇല്ലാത്തതും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഏരിയയിൽ ഇല്ലാത്ത റൗട്ടറും വരുന്നുണ്ട്. ഏരിയയിലുള്ളതാകുമ്പോൾ കൂടുതൽ റേഞ്ച് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിനകത്ത് വയർലെസ് നെറ്റ്വർക്കിനകത്ത് ഓരോ കമ്പ്യൂട്ടറും അല്ലെങ്കിൽ ഓരോ മൊബൈലും വയർലെസ് ഫെസിലിറ്റി ഉള്ള ഒരു ഡിവൈസ് ആയിരിക്കണം. ഓക്കെ, ലാപ്ടോപ്പിനകത്ത് വയർലെസ് ഡിവൈസ് ഉണ്ടായിരിക്കും. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിനകത്താണെങ്കിൽ ഒന്നുകിൽ വയർലെസ് കാർഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം, അതല്ലെങ്കിൽ USB വയർലെസ് ഡിവൈസ് വരുന്നുണ്ട്, USB വയർലെസ്, അത് നമ്മൾ കണക്ട് ചെയ്തിട്ട് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യും. പിന്നെ മൊബൈലിനകത്ത് വയർലെസ് ഉണ്ടെങ്കിൽ നമുക്ക് മൊബൈലും ആ ഒരു ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും പറയാം. അപ്പോൾ ഡിവൈസ് ദാറ്റ് സപ്പോർട്ട് വയർലെസ് ട്രാൻസ്മിഷൻ ക്യാൻ ഓൾസോ ഷെയർ ഡാറ്റ ഫ്രം ദിയർ മെമ്മറി ഡ്രൈവ്സ്. ഇപ്പോൾ ഒരു മൊബൈൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനകത്ത് വയർലെസ് ട്രാൻസ്മിഷനിൽ പങ്കെടുക്കുന്ന ഒരു ഡിവൈസ് ആണെങ്കിൽ ആ ഒരു ഡിവൈസിനകത്തുള്ള സ്റ്റോറേജ് യൂണിറ്റ്, അതായത് മെമ്മറി അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക്, അതിനകത്തുള്ള ഡാറ്റകളും ഈ ഒരു നെറ്റ്വർക്കിനകത്ത് വയർലെസ് ത്രൂ ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു വയർലെസ് നെറ്റ്വർക്കിനകത്ത് നമ്മൾ ലാൻ നെറ്റ്വർക്കിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഫയലുകളും മറ്റും ഇൻഫർമേഷൻ പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ ഡിവൈസ് സപ്പോർട്ട് വയർലെസ് ട്രാൻസ്മിഷൻ ക്യാൻ ഓൾസോ ഷെയർ ഡാറ്റ ഫ്രം their memory drives. Okay, some of the devices that support wireless transmission are smartphone, smart watch,
വയർലെസ് സ്പീക്കർ, ലാപ്ടോപ്പ്, ഇതൊക്കെ എന്താണ് വയർലെസ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളാണ്. ഓക്കെ, വയർലെസ് പ്രിൻ്റർ. ഓക്കെ, വയർലെസ് പ്രിൻ്റർ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിന് വയർ കണക്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് പ്രിൻ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ വയർലെസ് ആയിട്ട് അത് പ്രിൻ്റ് ആയിക്കോളും. അപ്പോൾ വയേർഡ് നെറ്റ്വർക്കും വയർലെസ് നെറ്റ്വർക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? അതായത് ലാനും WLAനും. ലാൻ എന്ന് പറഞ്ഞാൽ റൗട്ടറും വർക്ക് സ്റ്റേഷനും തമ്മിൽ കേബിൾ വഴിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഫയൽ ട്രാൻസ്ഫറും ഡാറ്റ ട്രാൻസ്ഫറും അങ്ങനെയുള്ള ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യാം, പ്രിൻ്റർ ഷെയർ ചെയ്യാൻ യൂസ് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ ഷെയറിങ്ങും നടക്കും. ഒരു ലോക്കൽ ഏരിയ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ഏരിയയിലാണ് ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. അതേ രീതിയിൽ തന്നെ വയർലെസ് ഏരിയ നെറ്റ്വർക്ക്, വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഓക്കെ, WLAN എന്ന് പറയുന്നത് ലാൻ പോലെ തന്നെയാണ്, പക്ഷേ വയർലെസ് ആയിട്ടാണ് അതിൻ്റെ കണക്ഷൻ. ഓക്കെ, വയറായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ യൂസ് ചെയ്യുന്നില്ല. മെത്തേഡ് വയർലെസ് ആണ്. അപ്പോൾ ഇനി നോക്കേണ്ടത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, MAN എന്ന് പറയും, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ദ റീസൺ ഫോർ ഹാവിങ് MAN ഈസ് സിമിലർ ടു LAN. അതായത് ലാൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യം എന്താണ്? നമുക്ക് ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള ഫയല് മറ്റൊരു കമ്പ്യൂട്ടറിൽ വേണം. അതുകൊണ്ടാണ് നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തത് അല്ലേ? ഒരു കമ്പ്യൂട്ടറിനകത്ത് ഉള്ള ഡാറ്റ നമ്മൾ അറിയാം, നമുക്കറിയാം എന്താണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ ഈസി അല്ലേ, ഡാറ്റ പ്രോസസ്സ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഈസി ഉണ്ട്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിലുള്ള ഡാറ്റ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചുകൂടെ ഈസിയാണ് ഡാറ്റ സ്റ്റോറേജിനും പിന്നെ ഡാറ്റ ഷെയർ ചെയ്യാനും ഇൻഫർമേഷൻ മറ്റുള്ള കമ്പ്യൂട്ടറിനെ ആക്സസ് ചെയ്യാനും ഒക്കെ ഈസിയാണ്. അതേപോലെയുള്ള ഒരു കാര്യം കൊണ്ട് തന്നെയാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കും വന്നത്. അതായത് വൺ ഓഫ് ദ ഡിഫറൻസ് ഈസ് ഇൻ ദ ജിയോഗ്രഫിക്കൽ സ്പ്രെഡ് ഓഫ് ദ നെറ്റ്വർക്ക് ഏരിയ ഓർ റേഞ്ച്. ഇതിൻ്റെ മെയിൻ വ്യത്യാസം എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനകത്ത് ഒരു വളരെ കുറഞ്ഞ ഏരിയയിലാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത് അല്ലേ? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് ആർ കൺഫൈൻഡ് ടു സ്മോൾ ഏരിയ. ഓക്കെ, വളരെ ചെറിയ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻ യൂസ് ചെയ്യുന്നത്. ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ മാത്രമാണ് നമ്മൾ ലാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. പക്ഷേ ആസ് ദ നെയിം സജസ്റ്റ് MAN are spread across an entire metropolitan city. ഓക്കെ, മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഒരു വലിയ ഒരു സിറ്റിയിൽ മൊത്തം ഫയലുകൾ ഷെയർ ചെയ്യാനും മറ്റും വേണ്ടിയിട്ടാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ MAN എന്ന നെറ്റ്വർക്ക് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ലോക്കൽ ഏരിയയിൽ ചെയ്തതുപോലെ തന്നെ ഇതിനകത്ത് എന്താണ്, ഇതിൽ ഒരു സിറ്റിയിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളും എന്നല്ല, ആ ഒരു MAN സിസ്റ്റത്തിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറുകൾ മൊത്തം ഒരു നെറ്റ്വർക്ക് പോലെ വർക്ക് ചെയ്യും. ഓക്കെ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിനകത്ത് ഉള്ള സിസ്റ്റം എല്ലാം നമുക്ക് ഫയൽ ഷെയർ ചെയ്യാനും ഡാറ്റ സെൻഡ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം. ദേ ക്യാൻ ബി യൂസ്ഡ് ടു ഷെയർ ഡാറ്റ ഫ്രം വൺ പോയിൻ്റ് ഓഫ് സിറ്റി ടു അനദർ. സിറ്റിയുടെ ഒരു ഭാഗത്തുനിന്ന് സിറ്റിയുടെ മറ്റൊരു ഭാഗത്തേക്ക് ഫയൽ സെൻഡ് ചെയ്യാൻ ഈ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ MAN എന്ന നെറ്റ്വർക്കിനകത്ത് സാധിക്കും. അത് മനസ്സിലായോ? ഈ 3 കാര്യങ്ങൾ. The way MANs are spread across the entire city is the type of transmission medium they use. ഓക്കെ, എങ്ങനെയാണ് ഈ സിറ്റി മുഴുവൻ ഈ ഡാറ്റ സ്പ്രെഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉപയോഗിക്കുന്ന ട്രാൻസ്മിഷൻ മീഡിയത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും.
വയർലെസ് വഴി എന്തായാലും ഫുൾ സിറ്റി മൊത്തം റേഞ്ച് വരില്ല. അപ്പോൾ തന്നെ കേബിൾ വഴി ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. കേബിള് ഞാൻ പറഞ്ഞു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനകത്ത് പല ടൈപ്പ് ഇഥർനെറ്റ് കേബിൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ യൂസ് ഉണ്ട്, STP UTP എന്നൊക്കെ പറഞ്ഞ കേബിളുകളുണ്ട്. അത് നമുക്ക് പഠിക്കാനുണ്ട്, ഞാൻ പറയാം. ഓക്കെ, അങ്ങനെ പല ടൈപ്പ് കേബിളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ ഫയൽ സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മുടെ മാൻ എന്ന് പറഞ്ഞ നെറ്റ്വർക്കിനകത്ത് സിറ്റി മുഴുവനായിട്ടും ഡാറ്റ എത്തുന്നത് അത്തരത്തിലുള്ള കേബിൾ വഴിയാണ്. സിൻസ് ടെലിഫോൺ ലൈൻസ് ആർ യൂസ്ഡ് ഇൻ ദ പ്രൊപ്പഗേഷൻ ഓഫ് മാൻ സിഗ്നൽസ്, മോഡംസ് ആർ യൂസ്ഡ് ടു കണക്ട് ബിറ്റ്വീൻ 2 or more സെർവേഴ്സ്. അപ്പോൾ ഈ കേബിള് പണ്ടൊക്കെ ടെലിഫോൺ ലൈനുകൾ, ലോക്കൽ ടെലിഫോൺ ലൈനുകളാണ് എല്ലാ സ്ഥലത്തും എല്ലാ ബിൽഡിങ്ങുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കോമൺ മീഡിയമായിരുന്നു ടെലിഫോൺ ലൈന് അല്ലേ. BSNL എക്സാമ്പിൾ ആണെങ്കിൽ BSNL നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ കൂടുതലും BSNLൻ്റെ ടെലിഫോൺ കേബിളുകളായിരുന്നു എല്ലായിടത്തും എത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ നെറ്റ്വർക്കിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഫോൺ വെക്കുന്നത് പോലെ തന്നെ ഒരു സ്പ്ലിറ്റർ അല്ലെങ്കിൽ ഒരു ഫിൽറ്റർ എന്ന് പറയും വെച്ചിട്ട് അതിൽ ഒരു സ്ഥലത്ത് നമ്മൾ ടെലിഫോൺ ലൈനും കൊടുക്കും, അതായത് ടെലിഫോൺ കണക്ട് ചെയ്യും. അതിൻ്റെ വേറൊരു പോയിന്റിൽ നമ്മൾ ഈ മോഡം കണക്ട് ചെയ്യും. ആ മോഡത്തിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യും ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ട്. അതായത് നമ്മളൊരു പൈപ്പിൽ നിന്ന് ഒരു T പോലെയുള്ള ഒരു ജംഗ്ഷൻ യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ രണ്ട് ഭാഗത്തോട്ടായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ലൈന് നമ്മൾ ടെലിഫോണിൽ സംസാരിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. മറ്റേ ഒരു ഭാഗം നമ്മൾ ഇൻ്റർനെറ്റിൽ മോഡത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇൻ്റർനെറ്റിൻ്റെ ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അങ്ങനെയാണ് മുമ്പത്തെ ആ കാലത്തൊക്കെ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് വർക്ക് ചെയ്തിരുന്നത്. കാരണം ഓൾറെഡി എല്ലാ സിറ്റിയിലും ഗവൺമെൻറ് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയമായിട്ട് കേബിളുകൾ വലിച്ച് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഇതിനടുത്തുള്ള ബേപ്പൂരേക്കോ അല്ലെങ്കിൽ ഒരു ജില്ല മൊത്തം, ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്തായാലും ടെലിഫോൺ ലൈൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ മോഡം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജില്ല മൊത്തം നമുക്ക് ഫിസിക്കലി ഒരു കണക്ഷൻ ആയി അല്ലേ. അങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നത്. അനദർ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ത്രൂ മാൻ ഈസ് ബൈ യൂസിങ് DSL, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈനും. DSL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെറ്റ്വർക്ക് കേബിൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, അതിന് സെപ്പറേറ്റ് ലൈൻ തന്നെ അവർ വലിക്കുന്നതാണ്. DSL കമ്പനികൾ സെപ്പറേറ്റ് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈന് വലിക്കുന്നതാണ് സിറ്റി മുഴുവൻ. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കേബിൾ വഴി ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് മാൻ നെറ്റ്വർക്ക് പോസിബിളാണ്. ഓക്കെ, അപ്പോൾ അനദർ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ മാൻ ഈസ് ബൈ യൂസിങ് DSL. DSL എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ സബ്സ്ക്രൈബേഴ്സ് ലൈനാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. DSL എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മോഡുലേറ്റർ ആൻഡ് ഡിമോഡുലേറ്റർ. ഓക്കെ, ഇതൊക്കെ പോയിന്റ് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, മോഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്, മോഡുലേറ്റർ ഡിമോഡുലേറ്റർ ചേർന്ന ഒരു യൂണിറ്റാണ് മോഡം. ഓക്കെ, അപ്പോൾ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ടെലിഫോൺ കമ്പനീസ് ആൻഡ് കേബിൾ TVs യൂസ് ദിസ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്. അപ്പോൾ മാൻ എന്ന് പറഞ്ഞ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും ടെലിഫോൺ കമ്പനികളും കേബിൾ TVകളും ഒക്കെ ആയിരുന്നു. അൺലൈക്ക് ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം മാത്രം ആയിരിക്കും അതിൻ്റെ ഓണർ. ഓക്കെ, അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മാനുവലായിട്ട് ഒരു സിംഗിൾ പേഴ്സണ് തന്നെ ഒരു ലാൻ സെറ്റപ്പ് ചെയ്യാൻ പറ്റും.
അല്ലേ? ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അതായത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ 2 അതിൽ കൂടുതലോ കമ്പനികളാണ് അത് ചെയ്യാൻ പറ്റും. ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഒരു കമ്പനി, 1-2 കമ്പനികളാണ് ഒരുമിച്ച് ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓണർഷിപ്പും മെയിൻറ്റെയിനിങ്ങും എല്ലാം ഒരു കമ്പനി ആയിരിക്കും. ഓക്കെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാമ്പിളാണ് അഥവാ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിൻ്റെ ആയിട്ട് കാണിക്കുന്നത്. ഒരു സിറ്റിയാണ്, സിറ്റിയുടെ മൊത്തം ചിത്രം. അതിനകത്ത് ഓരോ ബിൽഡിങ്, പല സ്ഥലത്തുള്ള ബിൽഡിങ്ങിലേക്ക് നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് എന്ന ഒരു നെറ്റ്വർക്ക് സിസ്റ്റം വഴിയാണ്. പിന്നെ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകും. എന്തെങ്കിലും സംശയമുണ്ടോ? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വയർലെസ് ഏരിയ നെറ്റ്വർക്ക്, വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഓക്കെ, വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, പിന്നെ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? സംഭവം സിമ്പിളാണ്. ഇതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റൗട്ടർ വഴി എല്ലാ കമ്പ്യൂട്ടറും കേബിൾ വഴി കണക്ട് ചെയ്യുന്നു. ഒരു ലിമിറ്റഡ് ഏരിയയിലേക്ക് മാത്രമാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലിമിറ്റഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റല്, അല്ലെങ്കിൽ ഒരു കോളേജ്, ഒരു സ്കൂള്, അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിലെ മൊത്തം നെറ്റ്വർക്കിംഗ്, ഒരു സൂപ്പർ മാർക്കറ്റ്, അങ്ങനെയുള്ള ഏരിയയിലുള്ള നെറ്റ്വർക്കിംഗ് ആണ് ലാൻ അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് ഇഥർനെറ്റ് കേബിളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എല്ലാ കമ്പ്യൂട്ടറിനകത്തും ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാനുള്ള പോർട്ടുകൾ ഉണ്ടായിരിക്കണം. അത്രയൊക്കെ ഉള്ളൂ അതിനകത്ത് വരുന്നത്. പിന്നെ വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനകത്ത് സെയിം കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്താണ്, ട്രാൻസ്മിഷൻ മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത് വയർലെസ് ആണ്. ഓക്കെ, വയർലെസ്സിനകത്ത് മൊത്തം എന്താണ്, സിറ്റി മൊത്തം വയർലെസ്സിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അത് ഒരുപാടൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 50 മീറ്റർ അത്രയൊക്കെ വയർലെസ്സിൻ്റെ ഏരിയ ഉണ്ടാവും, കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ എന്താണ്, ഒരു സ്ഥാപനത്തിൽ, ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ അല്ലെങ്കിൽ ചെറിയൊരു ഷോപ്പിലും ഒരു വീട്ടിലൊക്കെ ശരിക്കും ഒരു വയർലെസ് ലാൻ മതി. നമ്മുടെ എല്ലാ റൂമിലും ഇൻ്റർനെറ്റ് എത്താനൊക്കെ ഒരു വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് മതി. ഓക്കെ, അതിനകത്ത് വേറെ സെപ്പറേറ്റ് വയർ വലിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ക്ലാസ്സിൽ താഴെ IT-യുടെ ക്ലാസ്സിനകത്ത് വയർലെസ് കണക്ഷൻ കിട്ടുന്നുണ്ട്. ആ വയർലെസ് കണക്ഷൻ കിട്ടുന്നത് നമ്മുടെ മുകൾ ഭാഗത്ത് വിസിറ്റേഴ്സ് ലോഞ്ച് എന്ന് പറഞ്ഞ വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ള ഒരു സ്ഥലത്ത് ഒരു റൗട്ടർ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള കണക്ഷനാണ് നമുക്ക് താഴെ നമ്മുടെ ക്ലാസ്സിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. ഓക്കെ, എനിക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും ആ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വെച്ചിട്ട്. കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഷെയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആക്സസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് വയർ യൂസ് ചെയ്യുന്നില്ല. പിന്നെ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോലെ തന്നെയാണ്. പക്ഷേ റേഞ്ച് അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഏരിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വളരെ കുറഞ്ഞ സ്ഥലത്തേക്കാണെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റയർ സിറ്റി കവർ ചെയ്യുന്ന നെറ്റ്വർക്കാണ്. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ടെലിഫോൺ ലൈനുകൾ, ഓക്കെ, ഓൾറെഡി സ്പ്രെഡ് ആയിട്ടുള്ള ടെലിഫോൺ ലൈനുകൾ ബേസ് ചെയ്തിട്ടാണ് അവർ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ DSL ലൈനുകൾ, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈനുകൾ ഉപയോഗിച്ചിട്ട് ആണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ, അതിനകത്ത് യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ എന്തൊക്കെയാണ്? മോഡം യൂസ് ചെയ്യുന്നുണ്ട്, റൗട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞ സ്വിച്ച്, ഹബ്ബ്, അങ്ങനെയുള്ള കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി വൈഡ് ഏരിയ നെറ്റ്വർക്കിലേക്ക് പോവാം. വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ WAN, വാൻ. ഇത് വാൻ എന്നുള്ളത് വയർലെസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് മാത്രമായി പോകരുത് കേട്ടോ. വയർലെസ് ഏരിയ നെറ്റ്വർക്ക് അല്ല,
വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് WLAN. ഓക്കെ, WLAN എന്ന് പറയുന്നതാണ് വയർലെസ് ലാൻ. WAN എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ഓക്കെ, അത് മറന്നു പോകരുത്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഈസ് കറൻ്റ്ലി ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് വാൻ, അതായത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. WAN is nothing but a collection of several LANs linked together. ഓക്കെ, വൈഡ് ഏരിയ നെറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകൾ ഇൻ്റർ കണക്ട് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്ക് സിസ്റ്റമാണ്. ദീസ് നെറ്റ്വർക്ക്സ് ആർ സ്പ്രെഡ് അക്രോസ് ദ കൺട്രീസ് ആൻഡ് അതർ പാർട്ട് ഓഫ് ദ വേൾഡ്. ഈ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് സെവറൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കണക്റ്റഡ് ടുഗദർ എന്ന് പറഞ്ഞ്, അപ്പോൾ ഈ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും, വേൾഡ് മുഴുവനും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വേൾഡ് മുഴുവനായിട്ടും കിടക്കുന്ന ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഈസ് കറൻ്റ്ലി മോസ്റ്റ് കോമൺലി യൂസ്ഡ്. Wireless area, wide area network is nothing but a collection of several LANs linked together. Okay, ഒരുപാട് ലോകം മുഴുവനും ഉള്ള ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിച്ച ഒരു സിസ്റ്റമാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദീസ് നെറ്റ്വർക്ക്സ് ആർ സ്പ്രെഡ് അക്രോസ് ദ കൺട്രീസ് ആൻഡ് അതർ പാർട്ട് ഓഫ് ദ വേൾഡ്. ഓക്കെ, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. സം ഓഫ് ദം ആർ കണക്റ്റഡ് ത്രൂ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആൻഡ് സം അതേഴ്സ് ആർ കണക്റ്റഡ് ത്രൂ സാറ്റലൈറ്റ്. അപ്പോൾ ഇത് നമുക്കറിയാം എന്താണ് ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അത് വളരെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് സമുദ്രങ്ങൾ വരുന്നുണ്ട് അല്ലേ, പാറക്കെട്ടുകളൊക്കെ ആണെങ്കിൽ വലിയ പർവ്വതങ്ങൾ വരുന്നുണ്ട്. അതുവഴി ഒക്കെ കേബിൾ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താ സംഭവിക്കാം, ഒരു സാധാരണ ഒരു നെറ്റ്വർക്ക് കമ്പനിക്ക് ഇങ്ങനെ കടലിനടിയിൽ കൂടെ കേബിൾ വലിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എന്താ, അതിന് മാത്രമായിട്ട് കുറേ ടീമുകൾ ഇറങ്ങും അല്ലേ, ഓരോന്നിനും അവർ ആ ഒരു ഭാഗം നോക്കാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങും. കേബിൾ വലിക്കാൻ ഒരു ടീം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ കേബിള്, ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ കടലിനടിയിൽ കൂടെ വലിച്ചിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കും. അത് ഒരു പ്രത്യേക കമ്പനി ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അവർ വേറെ ഇൻ്റർനെറ്റിൻ്റെ കാര്യങ്ങളൊന്നും അവർ നോക്കില്ല. അവർ ജസ്റ്റ് എന്താണ്, എല്ലാ രാജ്യത്തിൻ്റെയും അതിർത്തികളിലേക്ക് ഒരു പ്രധാനപ്പെട്ട ടവറിലേക്കോ അല്ലെങ്കിൽ ഒരു പോയിന്റിലേക്ക് എന്താണ് ലോകം മുഴുവൻ വ്യാപിക്കുന്ന രീതിയിൽ കടലിനടിയിൽ കൂടെ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ കണക്ട് ചെയ്ത് വെക്കും. അപ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തേക്ക്, അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഒരു കണക്ഷനാണ് വേണ്ടതെങ്കിൽ നേരത്തെ ഏതെങ്കിലും കമ്പനി ഈ അണ്ടർ വാട്ടർ, അതായത് സമുദ്രത്തിനടിയിലൂടെ കേബിൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ആ കേബിളിലേക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ അമേരിക്കയിലുള്ള കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്യും. അപ്പോൾ അവർ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒരു ചാർജ് ഈ കേബിൾ കണക്ട് ചെയ്ത ആൾക്ക് കൊടുക്കും അല്ലേ, ഒരു ഇൻസ്റ്റാളേഷൻ, ഒരു സർവീസ് ചാർജ് പോലെ അത് അവരൊരു പേയ്മെൻറ്റ് നടത്തും. ഒരു അങ്ങനെയുള്ള ചാർജുകളാണ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ISP നമ്മൾ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ചാർജിൽ ശരിക്കും ഇതൊക്കെ ഉൾപ്പെടും. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ കേബിൾ അവർ യൂസ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ മീഡിയയുടെ പൈസ എല്ലാം തന്നെ വരുന്നതായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഈ ഒരു എമൗണ്ട്. ഓക്കെ, അപ്പോൾ സം ഓഫ് ദം ആർ കണക്റ്റഡ് ത്രൂ ഫൈബർ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് വൈൽ സം അതേഴ്സ് ആർ കണക്റ്റഡ് ത്രൂ സാറ്റലൈറ്റ്. ചിലത് സാറ്റലൈറ്റ് വഴിയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക, മറ്റുള്ള രാജ്യത്തേക്കുള്ള കണക്ഷനൊക്കെ. വൈഡ് ഏരിയ നെറ്റ്വർക്ക്സ് WAN are used by government agencies and multinational companies in order to exchange information overseas. അപ്പോൾ
ഈ വാൻ യൂസ് ചെയ്യുന്നത് ഗവൺമെൻറ് കമ്പനികളും മൾട്ടിനാഷണൽ കമ്പനികളൊക്കെയാണ് ഈ വൈഡ് ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. സിൻസ് ദ നെറ്റ്വർക്ക് ഈസ് സ്പ്രെഡ് അക്രോസ് ദ വേൾഡ്, ഇറ്റ് ഈസ് മെയിൻറ്റൈൻഡ് ബൈ മെനി ഫേംസ് ആൻഡ് കമ്പനീസ്. അല്ലേ, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പല കമ്പനികളും ആയിരിക്കും, അല്ലെങ്കിൽ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനിയുടെ ആളുകളായിരിക്കും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. When the network is this big, it is prone to failure and system shutdown once in a while. ഇത്രയും വലിയ നെറ്റ്വർക്ക് ആയതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും നെറ്റ്വർക്കിന് കംപ്ലൈൻറ്റ് വരാനൊക്കെ സാധ്യതയുണ്ട്, ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നത് കൊണ്ട്. The biggest WAN in existence is the internet. Okay, ഇൻ്റർനെറ്റ് എന്നുള്ള ഒരു സിസ്റ്റം, അതാണ് ഏറ്റവും വലിയ വാൻ, അതായത് വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇൻ്റർനെറ്റ് ഏത് തരത്തിലുള്ള ഒരു നെറ്റ്വർക്കാണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ല, അല്ലേ? വയർലെസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാൻ പറ്റില്ല, അതൊരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ്. ഓക്കെ, അത് ഈ ചിത്രം കണ്ടറിയാം. വൈഡ് ഏരിയ നെറ്റ്വർക്ക് വഴി ഇപ്പോൾ ഇത് ഓരോ രാജ്യത്തെ കമ്പ്യൂട്ടറാണെന്ന് സങ്കല്പിക്കാം. അമേരിക്കയിലുള്ള ഒരു സെറ്റ് ഓഫ് ലാന്, യു കെയിലുള്ള ഒരു സെറ്റ് ഓഫ് ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള കുറച്ച് നെറ്റ്വർക്കുകൾ. അപ്പോൾ ഇതെല്ലാം കൂടെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വഴി ആണ് ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ്. നമ്മുടെ മൊബൈലിൻ്റെ ഒരു റേഞ്ചിനകത്ത് വരുന്ന, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ അടുത്തുള്ള ഒരു വയർലെസ് ഏരിയ റേഞ്ചിനടുത്ത് വരുന്നുള്ള ഒരു നെറ്റ്വർക്കാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, അതായത് പാൻ. ഓക്കെ, അതിൻ്റെ ഫുൾ ഫോം ഓർത്ത് വെക്കുക. പാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്. ഈസ് ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് കമ്പ്യൂട്ടർ ഓർ ഡിവൈസസ് വിത്തിൻ ദ റേഞ്ച് ഓഫ് എൻ ഇൻഡിവിജ്വൽ പേഴ്സൺ. ഒരു വ്യക്തിയുടെ പരിധിക്കുള്ളിൽ വരുന്ന റേഞ്ചിൽ, ഒരു വ്യക്തിയുടെ റേഞ്ചിലുള്ളതാണ് ഈ ഒരു പാൻ എന്ന് പറയുന്നത്, അതായത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് വരുന്നത്. ആസ് ദ പാൻ പ്രൊവൈഡ്സ് എ നെറ്റ്വർക്ക് റേഞ്ച് വിത്തിൻ എ പേഴ്സൺസ് റേഞ്ച്, ടിപ്പിക്കലി വിത്തിൻ റേഞ്ച് ഓഫ് 10 മീറ്റേഴ്സ്, അല്ലെങ്കിൽ 33 ഫീറ്റ്, അല്ലേ, 33 ഫീറ്റ് അല്ലെങ്കിൽ 10 മീറ്റർ, അത്രയുമാണ് ഏതാണ്ട് ഒരു പാൻ നെറ്റ്വർക്കിൻ്റെ റേഞ്ച്. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. എ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ടിപ്പിക്കലി ഇൻവോൾവ്സ് എ കമ്പ്യൂട്ടർ, ഫോണ്, ടാബ്ലറ്റ്, പ്രിൻ്റർ, PDA എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻറ്റ്. ഓക്കെ, PDA ആൻഡ് അതർ എൻ്റർടൈൻമെൻറ്റ് ഡിവൈസസ് ലൈക്ക് സ്പീക്കർ, വീഡിയോ ഗെയിം കൺസോൾ എക്സെട്ര. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങളിപ്പം മൊബൈൽ വഴി നിങ്ങൾ ഒരു ബ്ലൂടൂത്ത് വഴി, ബ്ലൂടൂത്ത് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഇല്ലാത്ത ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ ബ്ലൂടൂത്ത് വഴി നിങ്ങൾ എന്തെങ്കിലും ഫയൽ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു റേഞ്ചിൽ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ആ ഒരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിൽ മാത്രം അത്രയും ദൂരം ഉണ്ടാവും, അല്ലേ? ഒരു ഫോണിൻ്റെ അല്ലെങ്കിൽ ഒരു ബ്ലൂടൂത്തിൻ്റെ റേഞ്ചേ വരുന്നുള്ളൂ. ഇപ്പോൾ ഫോണിൻ്റെ നിങ്ങൾ ഹോട്ട്സ്പോട്ട് ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങളെ മൊബൈലിനകത്തുനിന്ന് നിങ്ങളെ തൊട്ടടുത്തുള്ള നിങ്ങളൊരു റേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മൊബൈൽ ഹോട്ട്സ്പോട്ടിൻ്റെ ഒരു റേഞ്ച് അത് ഏതാണ്ട് കണക്കാക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും, അല്ലേ? ഒരു 10 മീറ്ററിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ പേഴ്സണൽ ഏരിയ റേഞ്ച് പോയി, പിന്നെ ഡിസ്കണക്റ്റ് ആവും. ഓക്കെ, എ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ക്യാൻ ബി 2 type depending upon its connection, that is wired personal area LAN, personal area network, and wireless personal area network. ഓക്കെ, അത് നിങ്ങൾക്ക്
മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നുള്ളത് വയർലെസ് ആണ് ഇപ്പോൾ കൊടുത്തത്. എല്ലാ കമ്പ്യൂട്ടറും, മൗസ്, ഹെഡ്ഫോണ്, മൊബൈല്, പ്രിൻ്റർ ഇതൊക്കെ വയറില്ലാതെ കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, വയേർഡ് ആണെങ്കിൽ എന്തായിരിക്കും, ഇതൊക്കെ നേരിട്ട് കേബിൾ വഴി കണക്റ്റഡ് ആയിരിക്കും. വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിന് WPAN എന്ന് പറയും. ഓക്കെ, WPAN ഈസ് കണക്റ്റഡ് ത്രൂ സിഗ്നൽ സച്ച് ആസ് ഇൻഫ്രാറെഡ്. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന സിഗ്നലുകളാണ് ഇൻഫ്രാറെഡ്, വയർലെസ്, ബ്ലൂടൂത്ത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുന്നു, ഓർമ്മിച്ച് വെക്കുക. വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിന് യൂസ് ചെയ്യുന്ന മീഡിയമാണ് ഇൻഫ്രാറെഡ്, വയർലെസ്, ബ്ലൂടൂത്ത്. വയേർഡ് പാനിന് നമ്മൾ പാൻ മാത്രമേ പറയൂ. ഓക്കെ, വെറും പാൻ എന്ന് പറഞ്ഞാൽ വയേർഡ് പാനാണ്. വയർലെസ് പാനിന് എന്താണ് നമ്മൾ WPAN എന്ന് പറയും, വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, വയേർഡ് പാനിനകത്ത് കണക്ട് ചെയ്യുന്ന മീഡിയം അല്ലെങ്കിൽ കേബിള് എന്തൊക്കെയാണ്? ഫയർവയർ അല്ലെങ്കിൽ USB-ൻ്റെ ഫുൾ ഫോം അല്ലേ, യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഇതാണ് വയേർഡ് പാനിന് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു നെറ്റ്വർക്കും കൂടി പറയാനുണ്ട്, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇവിടെ നല്ല മഴയാണ്, അതാ ചോദിച്ചത്. ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അതിന് ചുരുക്കി പറയുന്ന പേരാണ് CAN. ഓക്കെ, CAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു സംഭവം കൂടിയുണ്ട്. അത് പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് ബന്ധമുള്ളതല്ല. കൺട്രോളർ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് വേറൊരു സംഭവമുണ്ട്. അത് പഠിക്കണ്ട, നമുക്ക് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് പഠിച്ചാൽ മതി. ഓക്കെ, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇന്റർകണക്റ്റഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വിത്തിൻ എ ലിമിറ്റഡ് ജോഗ്രഫിക്കൽ ഏരിയ ലൈക്ക് സ്കൂൾ ക്യാമ്പസ്, യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, മിലിറ്ററി ബേസ് ഓർ ഓർഗനൈസേഷണൽ ക്യാമ്പസ് ആൻഡ് കോർപ്പറേറ്റ് ബിൽഡിങ്സ് എക്സെട്ര. ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്യാമ്പസിനകത്ത് മാത്രം ഉള്ള നെറ്റ്വർക്കാണ്. ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഊഹിക്കാൻ പറ്റും. ഈ ഒരു നെറ്റ്വർക്കിനകത്തുനിന്ന് എന്താണ്, സ്കൂളിനകത്തുള്ള ലാബിൻ്റെ ചിത്രം കാണിക്കുന്നുണ്ട് ഇവിടെ. സ്കൂൾ ലാബിലെ ബിൽഡിങ്, അതുപോലെ ഹോസ്റ്റലിൻ്റെ ബിൽഡിങ് കാണിക്കുന്നുണ്ട്. പിന്നെ താഴെ ലൈബ്രറി ബിൽഡിങ്സ് കാണിക്കുന്നുണ്ട്, കോളേജ് ബിൽഡിങ്സ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങൾ ചിലപ്പോൾ ഓരോ 3-4 കിലോമീറ്ററിനുള്ളിലായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ. ഓക്കെ, ഹോസ്റ്റൽ വേറെ സ്ഥലത്തായിരിക്കും, ലൈബ്രറി കുറച്ച് വിട്ടിട്ടായിരിക്കും, ലാബ് ചിലപ്പോൾ കുറച്ചുകൂടി വിട്ടിട്ടായിരിക്കും, കോളേജ് വേറെ ആയിരിക്കും. അങ്ങനെ അത്രയും ഏരിയ കവർ ചെയ്യും. ഓക്കെ, എ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ഈസ് ലാർജർ ദാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനേക്കാളും വലുതായിരിക്കും, ബട്ട് സ്മോളർ ദാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് നിങ്ങൾക്കറിയാം, രാജ്യങ്ങളൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. മെട്രോപൊളിറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അല്ലേ, ഒരു സിറ്റിക്കുള്ളിലൊക്കെ അത്രയും വലുതാണ്. പക്ഷേ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനും ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിനും ഇടയിൽ വരുന്ന ചെറിയ ഒരു മീഡിയം സൈസ്ഡ് നെറ്റ്വർക്കാണ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദിസ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ഈസ് ഓൾസോ കോൾഡ് കോർപ്പറേറ്റ് ഏരിയ നെറ്റ്വർക്ക് എന്നും പറയുന്നുണ്ട് കേട്ടോ. CAN തന്നെയാണ് ഇതിൽ വരുന്നത്, കോർപ്പറേറ്റ് ഏരിയ നെറ്റ്വർക്ക്. സംടൈംസ് ദിസ് നെറ്റ്വർക്ക് ഓൾസോ റെഫേർഡ് ടു ആസ് റെസിഡൻഷ്യൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ മാത്രം സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് റെസിഡൻഷ്യൽ ഏരിയ നെറ്റ്വർക്ക് എന്നും പറയും, അല്ലെങ്കിൽ ResNet എന്നും പറയും. പക്ഷേ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് തന്നെയാണ്. CAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് തന്നെയാണ്.
ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ഈസ് നെറ്റ്വർക്ക് ഓഫ് interconnected local area networks where these LANs are connected via switches, routers and create a single network like CAN. ഉണ്ടോ? ഒന്നുമില്ല. കാര്യം എന്താണ്? ഈ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് തന്നെയാണ്. പക്ഷേ അതിൻ്റെ റേഞ്ച് ഒരു ക്യാമ്പസിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ക്യാമ്പസിൻ്റെ ഹോസ്റ്റൽ അതുപോലെയൊക്കെ അതിൻ്റെ റേഞ്ച് താഴെ പറയുന്നുണ്ട്. ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് കവേഴ്സ് ഏരിയ അറൗണ്ട് 1 to 5 കിലോമീറ്റർ റേഞ്ച്. ഓക്കെ, 1 മുതൽ 5 കിലോമീറ്റർ വരെ ഉൾപ്പെടുന്ന ഒരു റേഞ്ചിലുള്ള നെറ്റ്വർക്കാണ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ബോത്ത് വയേർഡ് ഓർ വയർലെസ് കണക്ടിവിറ്റി. ഈ വയേർഡ് ഓർ വയർലെസ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞത്, വയർലെസ് കണക്ടിവിറ്റിയിൽ റിപ്പീറ്റർ എന്നൊക്കെ പറഞ്ഞ സംഭവം വരുന്നുണ്ട്. റിപ്പീറ്റർ അതായത് ഒരു വയർലെസ്സിൻ്റെ റേഞ്ച് എവിടം വരെയാണോ ഉള്ളത് അവിടെ വീണ്ടും ഒരു റൗട്ടർ അല്ലെങ്കിൽ ഒരു റിപ്പീറ്റർ വെച്ചാൽ അതേ വയർലെസ് ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ആയിട്ട് കുറച്ചും കൂടെ ദൂരത്തോട്ട് കിട്ടും. അതൊക്കെ ഉൾപ്പെടുന്നതാണ് ഇത്ര 5 കിലോമീറ്ററൊക്കെ എത്തിക്കുന്നത്. ഓക്കെ, വയർലെസ് സിഗ്നൽ ബൂസ്റ്ററൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ.